നമസ്കാരം. ശീതയുദ്ധം അവസാനിച്ചതോടെ ലോകത്തിന്റെ ഏകധ്രുവ ശക്തിയായി അമേരിക്കൻ ഐക്യനാടുകൾ തലയുയർത്തി നിന്നു. എന്നാൽ ആഗോളാധിപത്യത്തിന്റെ ആ നാളുകൾക്ക് മങ്ങലേറ്റു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ലോകക്രമം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അമേരിക്കയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം രാജ്യങ്ങൾ ലോകവേദിയിൽ സജീവമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. കേവലം അമേരിക്കൻ നയങ്ങളെ വിമർശിക്കുക എന്നതിലപ്പുറം ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ തനത് ശക്തിയും തന്ത്രപരമായ കൂട്ടുകെട്ടുകളും ഉപയോഗിച്ച് പുതിയൊരു ബഹുധ്രുവ ലോകക്രമത്തിന് രൂപം നൽകാനായി അണിനിരക്കുകയാണ്. സാമ്പത്തിക, സാങ്കേതിക മത്സരം, സൈനിക സഹകരണം, പ്രാദേശിക പ്രോക്സി പോരാട്ടങ്ങൾ, ആണവ ഭീഷണികൾ എന്നിവയിലൂടെ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് അമേരിക്കൻ സ്വാധീനത്തിന്റെ വേരറുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയപരമായ വെല്ലുവിളിയാണ് അമേരിക്കൻ സാമ്രാജ്യം നേരിടാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. ശീതയുദ്ധാനന്തരം ലോകത്തിലെ ഏക വൻ ശക്തിയായി അമേരിക്ക നിലയുറപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഈ ആഗോളാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കൂട്ടം രാജ്യങ്ങൾ ലോകവേദിയിൽ സജീവമാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി അമേരിക്കയുടെ നയങ്ങളെ ചോദ്യം ചെയ്യുകയും നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് ഈ പുതിയ ബഹുധ്രുവ ലോകക്രമത്തിന് രൂപം നൽകുന്നത്. ഇവ ഓരോ രാജ്യവും വ്യത്യസ്തമായ തന്ത്രങ്ങളിലൂടെയും ശേഷികളിലൂടെയുമാണ് അമേരിക്കൻ സ്വാധീനത്തെ നേരിടുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ചൈനയാണ് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് നിലവിൽ ഏറ്റവും ശക്തമായും അതുപോലെ തന്നെ സാമ്പത്തികവും സാങ്കേതികപരവുമായ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൂടെ ഏഷ്യയിലും അതുപോലെ ആഫ്രിക്കയിലും എന്തിനേറെ ലാറ്റിൻ അമേരിക്കയിലും തങ്ങളുടെ സ്വാധീനം ഊട്ടി ഉറപ്പിക്കുകയാണിപ്പോൾ. വാണിജ്യപരമായ മത്സരം മുതൽ 5G സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളിലെ മേധാവിത്വം നേടാനുള്ള മത്സരത്തിൽ വരെ ഇരു രാജ്യങ്ങളും നേരിട്ട് ഏറ്റുമുട്ടുന്നു. കൂടാതെ ദക്ഷിണ ചൈന കടലിലെ തങ്ങളുടെ അവകാശവാദങ്ങളിലൂടെയും തായ്വാനെ തങ്ങളുടെ ഭൂപ്രദേശമായി കണക്കാക്കുന്നതിലൂടെയും ചൈന പസഫിക് മേഖലയിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിന് സ്ഥിരമായി വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന റഷ്യ പ്രധാനമായും ഭൗമരാഷ്ട്രീയപരമായ വെല്ലുവിളികളാണ് അമേരിക്കയ്ക്ക് നൽകുന്നതൊക്കെ. യൂറോപ്പിലെയും കിഴക്കൻ യൂറോപ്പിലെയും അമേരിക്കൻ സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോ വിപുലീകരണത്തെ റഷ്യ ഒരു ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. സൈബർ ആക്രമണങ്ങൾ, തെരഞ്ഞെടുപ്പുകളിലെ ഇടപെടലുകൾ, വിഘടനവാദികളെ പിന്തുണയ്ക്കൽ എന്നിവയിലൂടെ റഷ്യ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം റഷ്യ നേരിട്ട് നാറ്റോയുമായി ഏറ്റുമുട്ടുന്ന ഒരു പ്രോക്സി പോരാട്ടമായി മാറുകയും ഇത് ലോകമെമ്പാടുമുള്ള ഊർജ ഭക്ഷ്യസുരക്ഷാ രംഗങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മധ്യപൂർവ്വ ദേശത്തെ അമേരിക്കയുടെ ദീർഘകാല ശത്രുവാണ് ഇറാൻ. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അമേരിക്കയുടെ നയങ്ങളെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രമായി. ഇറാന്റെ പ്രധാന തന്ത്രം പ്രോക്സി ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് മേഖലയിൽ സ്വാധീനം ഉറപ്പാക്കുക എന്നതാണ്. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ എന്നിവയെ ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്കും നേരിട്ട് ഭീഷണി ഉയർത്തുന്നവരാണ്. കൂടാതെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇറാൻ ഉപരോധങ്ങളെ മറികടന്ന് ആണവശക്തി നേടാനുള്ള ശ്രമം തുടരുന്നത് പശ്ചിമേഷ്യയിൽ സുരക്ഷാ പ്രതിസന്ധിക്കും കാരണമാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രവചനാതീതമായ വെല്ലുവിളി ഉയർത്തുന്നത് ഉത്തര കൊറിയ എന്ന രാജ്യമാണ്. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള ഈ ഏകാധിപത്യ ഭരണകൂടം തങ്ങളുടെ ആണവായുധ മിസൈൽ പരീക്ഷണങ്ങൾ വഴി പതിവായി അമേരിക്കയെയും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാണെന്ന് തോന്നുന്ന ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവരെയും ഭീഷണിപ്പെടുത്തുന്നു. അമേരിക്കയുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉത്തര കൊറിയയ്ക്ക് സാധ്യമല്ല എങ്കിലും ആണവായുധ ശേഷി നേടുന്നതിലൂടെ അത് അമേരിക്കയ്ക്ക് ഒരു നിലനിൽപ്പിന്റെ ഭീഷണി അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉയർത്തുന്നുണ്ട്. ഈ നീക്കം കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികളെ അതീവ അപകടകരമാക്കുകയും അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ചൈന സാമ്പത്തികപരമായും സാങ്കേതികപരമായും, റഷ്യ ഭൗമരാഷ്ട്രീയപരമായ ഇടപെടലുകളിലൂടെയും, ഇറാൻ പ്രാദേശിക പ്രോക്സി യുദ്ധങ്ങളിലൂടെയും, ഉത്തര കൊറിയ ആണവായുധ ഭീഷണികളിലൂടെയും അമേരിക്കയുടെ ആഗോള ശക്തിക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നതാണ് സത്യം. ഈ 4 രാജ്യങ്ങളുടെ തന്ത്രപരമായ സഹകരണങ്ങളും മത്സരങ്ങളും ചേർന്നാണ്
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ചിത്രം രൂപപ്പെടുന്നത്. അമേരിക്കൻ ആഗോളാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ സഹകരണവും അവരുടെ കൂട്ടുകെട്ടും ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾ നിർണ്ണയിക്കുന്നു എന്നതുകൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഉള്ളത് എങ്കിലും തങ്ങളുടെ പൊതു ശത്രുവായിട്ടുള്ള അമേരിക്കൻ സ്വാധീനത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം ഈ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന പ്രധാന ഘടകമാണ്. ഈ കൂട്ടുകെട്ടുകൾ ഔപചാരികമായ സൈനിക സഖ്യങ്ങളല്ല, മറിച്ച് സാമ്പത്തിക, സൈനിക, സാങ്കേതിക മേഖലകളിലെ തന്ത്രപരമായ സൗകര്യപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അലൈൻമെന്റ്സ് ആണത്. ഈ സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈന റഷ്യ ബന്ധം തന്നെയാണ്. ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികളുടെ നയങ്ങളെ ഏറെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. സൈനിക അഭ്യാസങ്ങൾ, ഊർജ പങ്കാളിത്തം, ഐക്യരാഷ്ട്രസഭയിലെ പൊതു നിലപാടുകൾ എന്നിവയിലൂടെ ഇവർ പരസ്പരം പിന്തുണ നൽകുന്ന രണ്ട് രാജ്യങ്ങളുമാണ്. ഉദാഹരണത്തിന് റഷ്യൻ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും ഏറ്റവും വലിയ വിപണി ചൈനയാണ്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയെ ബാധിച്ച ആ ഘട്ടത്തിൽ ചൈനീസ് വിപണി റഷ്യയ്ക്ക് ഒരു വലിയ സാമ്പത്തിക താങ്ങായിട്ട് വർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായും സാങ്കേതികപരമായും ചൈനയും സൈനികപരമായും ഊർജപരമായും റഷ്യയും പരസ്പരം ആശ്രയിക്കുന്നത് അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെ ഈ ആഗോളതലത്തിൽ ദുർബലമാക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതലും സൈനികവും പ്രതിരോധപരവുമാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യയും ഇറാനും അസദ് ഭരണകൂടത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചത് ഈ സഹകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. സമീപകാലത്ത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന് വേണ്ടി ഇറാൻ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇതിനു പകരമായി റഷ്യയിൽ നിന്ന് സൈനിക സാങ്കേതിക വിദ്യകൾ നേടാൻ ഇറാനും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇരുവരും സാമ്പത്തികമായി പരസ്പരം സഹായം തേടുകയും പുതിയ വ്യാപാര മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നു എന്നതും ഇവരുടെ സൗഹൃദത്തിന്റെ തെളിവാണ്. ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം പ്രധാനമായും സാമ്പത്തികവും തന്ത്രപരവും ഒക്കെ തന്നെയാണ്. ഇരു രാജ്യങ്ങളും ദീർഘകാലത്തേക്ക് ഒരു തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. ഇത് പ്രകാരം ഇറാനിയൻ എണ്ണയ്ക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ചൈന ഒരു സ്ഥിരം വിപണി ഉറപ്പാക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ഊർജ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ചൈനീസ് നിക്ഷേപം കൂടുതൽ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ ഉപരോധങ്ങൾ ഈ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്നതും സത്യമാണ്. ഏറ്റവും അപകടകരമായ ഒരു കൂട്ടുകെട്ട് റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നിവർ തമ്മിൽ അടുത്തിടെ രൂപപ്പെട്ട ഒന്നാണ്. ഉത്തര കൊറിയയുടെ ആണവായുധ പരീക്ഷണങ്ങളെ റഷ്യയും ചൈനയും പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല എങ്കിലും, ഒന്നുകൂടി പറയട്ടെ, പിന്തുണയ്ക്കുന്നില്ല എങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഉത്തര കൊറിയക്കെതിരെയുള്ള ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താൻ ഈ രാജ്യങ്ങൾ കാര്യമായിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ആയുധ ഇടപാടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയൻ ആയുധങ്ങൾക്ക് പകരമായി റഷ്യ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്യുന്നുവെന്ന ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. നമ്മൾ കണ്ടതാണ്, ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സാങ്കേതിക കൈമാറ്റം ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഗുരുതരമായ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. ഈ 4 രാജ്യങ്ങളുടെ സഹകരണം അമേരിക്കയുടെ നയതന്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരു രാജ്യത്തിനെതിരെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീങ്ങാൻ അമേരിക്കയ്ക്ക് ഇവിടെ കഴിയില്ല. ഒരു രാജ്യത്തെ ഉപരോധിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ പിന്തുണ നൽകി രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പഴയ ഏകധ്രുവ ലോകക്രമത്തിൽ നിന്ന് മാറി തങ്ങളുടെ സ്വന്തം നിയമങ്ങളും താല്പര്യങ്ങളുമുള്ള ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് ലോകം നീങ്ങുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.